ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പം എന്റെ സ്കൂൾ പിള്ളേർ തമ്മിലുള്ള അടിയാണ്. ഒരു 10 പേര് ചേർന്ന് ഒരുത്തനെ എടുത്തിട്ട് ഇടിക്കുന്നതാണ് റോഡിൽ. എന്നിട്ട് അവന്മാരെ മാസ് ബീജമൊക്കെ കയറ്റി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇട്ടേക്കുവാണ്. കുറേവന്മാര് വന്നിട്ട് കിടിലും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ചെറുക്കൻ ഒറ്റയ്ക്ക് ഇടിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ സെക്കൻഡ് തിങ്. അവൻ ഇടിക്കോ ഇടിക്കാതിരിക്കോ, ഒരുത്തനെ തല്ലാൻ 50 എണ്ണത്തിനെ കൊണ്ടുവരണം നീയെ കാണണം. ചിലവന്മാരുണ്ട് ഈ മറ്റേ സ്കൂളിലും കോളേജിലൊക്കെ കാണാൻ പറ്റും. ഒരുത്തൻ നടക്കും, അവന്റെ പുറകെ ഒരു 50 എണ്ണം ബാക്കി നടക്കും. എന്നിട്ട് ഇവന്മാരി നടക്കുന്നത് സ്നേഹം കൊണ്ടാണോ? ഒരിക്കലുമല്ല. നാളെ അണ്ണന്റെ ബാക്കി നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നം വന്നാൽ അണ്ണ ഇറങ്ങും എന്നുള്ള ഇതിലാണ്. എടാ, നിനക്കൊന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല. ഒരുത്തനെ 50 പേര് ചേർന്ന് ഇടിക്കുന്നത് മാസാണെന്ന് വിചാരിക്കുന്നവന്മാര് വെറും മോഴകളാണെന്ന് ഞാൻ പറയും. ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അല്ലെങ്കിൽ കലിപ്പ് റീലെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ചെയ്തിട്ട് അവന്മാരെ ഒരു 10 ഇവന്മാരുടെ കൂട്ടരന്മാരെ മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇവന്മാരിതെല്ലാം കൂടെ എടുത്ത് റീമെൻഷൻ ചെയ്യും. റീമെൻഷൻ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും അവന്മാരൊരു ഗ്യാങ്, അവന്മാര് ഭയങ്കര സെറ്റപ്പ് എന്ന് നിങ്ങൾക്ക് വിചാരിക്കും. ഗൈസ്, ഏറ്റവും പേടിയുള്ളവനും സ്വന്തമായിട്ട് നിൽക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവനുമാണ് 10 പേരുടെ 20 പേരുടെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്. 50 പേരുടെ ഇടയിൽ നിൽക്കുന്നവനെ പേടിക്കില്ലേ? ഒറ്റയ്ക്ക് കാമായിട്ട് നിൽക്കുന്നവനെ പേടിക്കണം. ഈ കിടിലെന്ന് പറയുന്നവന്മാർ ഈ പാവപ്പെട്ട ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പിള്ളേരെ വാണങ്ങള് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അടിച്ചാ തിരിച്ചടിക്കലേ വാണമാണവൻ. ഇവന്മാര് കൊണ്ടു നടക്കുന്ന എത്രയും കിടിലൻ ടോപ്പ്, അവിടെ ബേസ് ഉള്ളവൻ ഇവിടെ ബേസ് ഉള്ളവൻ. ഈ ഒരു ആണാണെന്ന് തെളിയിക്കേണ്ടത് കണ്ടവനെ തല്ലിയിട്ടല്ല, മെച്യൂരിറ്റി ഉള്ള ഒരുത്തിനും ചെയ്യൂല. മനസ്സിലായ? അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ബൈ, ലവ് യു.